താമസിച്ച് പൂജ നടത്തി. സ്വർണ്ണമെടുത്ത് പിണറായി കൊടുത്തിട്ടുണ്ടോ? അതെ അതെ. ഈ പറയുന്ന പൂജ നടത്തിയതിന് തെളിവ് ഇവിടെ. സ്വർണം കട്ടത് സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ. നാണവും മാനവും ഉളുപ്പുമില്ലാതെ ഇവിടെ ന്യായീകരി അനിൽകുമാറിനെ പോലെ തൊലിക്കട്ടി. വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. ഗോവർദ്ധനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും രണ്ട് പെരുങ്കള്ളന്മാരെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയി ശബരിമലയുടെ ഭാഗമായ അയ്യപ്പ പൂജ അവിടെ നടത്തി എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുവഴി UDF കൺവീനർ അടക്കമുള്ളവർ കോൺഗ്രസ് പാർട്ടിയെ കബളിപ്പിച്ചു, സോണിയാഗാന്ധിയെ കബളിപ്പിച്ചു. പോറ്റിയെ ശബരിമലയെ മാത്രമല്ല കയറ്റിയത്, ഗോവർദ്ധനെ ശബരിമലയെ മാത്രമല്ല കയറ്റിയത്, സോണിയാഗാന്ധിയുടെ അടുക്കള വരെ കയറ്റി. കൃത്യമായി ഇപ്പൊ ആരാണ് കയറ്റിയത് എന്ന കാര്യം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. ലൈസൻസ് ഇല്ലാതായ പോറ്റിയെ കയറ്റിയെന്ന് പാട്ടുപാടി ഞങ്ങളെ കുത്തുമ്പോ പോറ്റിയെ ആരാണ് കയറ്റിയതെന്ന് വെളിപ്പെടുത്തപ്പെട്ടു. അത് ഇവിടെ മാത്രമല്ല, സോണിയാഗാന്ധിയുടെ അടുത്തും. സ്വർണമാണോ അന്താരാഷ്ട്ര വിപണിയിൽ കൊടുത്തത്, വിഗ്രഹമാണോ കൊടുത്തത്? രണ്ടും രണ്ടാണ്. സ്വർണവും കൊടുത്തു, വിഗ്രഹവും കൊടുത്തു. വിറ്റെന്ന് ഇനി കൊടുക്കാൻ അയ്യപ്പൻ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു കാര്യം, നമ്മൾ ചർച്ച പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വർത്താനം പറയരുത്. നമ്മളൊരു വിഷയം നിയമപരമായിട്ടാണ് പറയുന്നത്. അല്ല, അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ പറയട്ടെ അനിൽകുമാർ, നമ്മൾ അധികം നേരം സംസാരിച്ചു. എനിക്ക് റിജിലേക്ക് പോകണം. അങ്ങ് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലല്ല, ആരോപണങ്ങൾക്ക് മറുപടി പറയട്ടെ. പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവര് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഘട്ടത്തിലും ന്യായീകരിച്ചിട്ടില്ല. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ടേ? പാർട്ടി സഖാവായ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കുമ്പോൾ അത് കുറ്റമാണ്. ആ കുറ്റത്തിന്റെ ഭാഗമായി ജയിലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ SIT-ക്കൊപ്പം പാർട്ടി വ്യക്തമാക്കി. അതേസമയം അനിൽകുമാർ പറയുന്നത് തന്നെ പച്ചക്കളവാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഇപ്പൊ പറയുന്നു സോണിയാഗാന്ധിന്റെ കയ്യിൽ കൂടെ ഫോട്ടോ എടുത്തു, ഇതാ ഫോട്ടോ നിൽക്കുന്ന പിണറായി വിജയന്റെ കൂടെ, ഇതാ ഇന്നത്തെ പിന്നെ അവിടുത്തെ ADGP ശ്രീജിത്തിന് അദ്ദേഹം ഷാൾ ഇടുന്നുണ്ട്. ഇത് സിനിമ കണ്ടാലേ മുതലാളിക്ക് മനസ്സിലാവും. അതോടൊപ്പം തന്നെ കടകംപള്ളിയായി ഇതാ നന്നായി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോ ഒന്നാം പ്രതി പിണറായി വിജയൻ ആവണ്ടേ? ഗോവിന്ദൻ മാഷ് ശബരിമലയിൽ ഇത് നടത്തിയപ്പോൾ എന്ന് പറഞ്ഞതുപോലെ അല്ലല്ലോ ഈ ചിത്രം. വളരെ അടുത്ത് വളരെ സൗഹാർദ്ദത്തോടു കൂടി ഇരുന്ന് ചർച്ച നടക്കുന്ന ഫോട്ടോ ആണ് ഇത് വന്നിട്ടുള്ളത്. ഇത് ഫോട്ടോ അല്ലല്ലോ. സോണിയാഗാന്ധിക്ക് ആ പറയുന്ന സ്ഥലത്ത് പോയി ചരട് കെട്ടിക്കൊടുത്തതിന് ശേഷമാണോ സ്വർണ്ണക്കൊള്ള നടന്നത്? ഏത് ഘട്ടത്തിലാണ് സ്വർണ്ണക്കൊള്ള നടന്നത്? അത് ശരിയാ അല്ലേ? സ്വർണം കട്ടത് മുഴുവൻ ഇവരാണ്. ഇപ്പൊ പഞ്ചലോഹം വിഗ്രഹം പോലും അവിടെ നിന്നും അടിച്ചു മാറ്റി എന്ന് പറയുന്ന രൂപത്തിലേക്ക് വരുമ്പോ ഇവർക്ക് എന്ത് അയ്യപ്പനാണ്? നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, പിരാന്തൻ നായിക്ക് എന്ത് കുമാരമാഷ്. സഖാക്കൾക്ക് CPM-കാർക്ക് എന്ത് അയ്യപ്പൻ. അയ്യപ്പനോട് വിശ്വാസം ഉണ്ടെങ്കിൽ അവിടുത്തെ ആചാര ലംഘനത്തെ കൂട്ടുനിൽക്കോ? അവിടെയുള്ള സ്വർണ്ണപ്പാടി അടിച്ചു മാറ്റാൻ നേതൃത്വം കൊടുക്കോ? ഒരു മര്യാദ വേണ്ടേ? അയ്യപ്പന്റെ വിഗ്രഹം പോലും ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് സംശയിക്കപ്പെടുന്ന രൂപത്തിലേക്ക് ഇവർ കട്ടിട്ടുണ്ട്, അടിച്ചു മാറ്റിയിട്ടുണ്ട്. തെളിവുണ്ടായിട്ട് നാണവും മാനവും ഉളുപ്പുമില്ലാതെ ഇവിടെ ന്യായീകരി അനിൽകുമാറിനെ പോലെ തൊലിക്കട്ടി. ഒരു കാര്യം കൂടി അനിൽകുമാർ പറയാ, ഈ പാട്ടാണ് പക്ഷെ കക്കുന്നത് പ്രശ്നമല്ല, കട്ടതിന് കള്ളൻ എന്ന് വിളിച്ചാണ് പ്രശ്നം. അവിടെ മുസ്ലിം ലീഗുകാരൻ ആര് പാട്ടെഴുതിയ എന്താ? ഷാഫി പറമ്പിൽ വടകര മത്സരിപ്പ് കാഫിറാക്കി നിങ്ങൾ. പാട്ടെഴുതിയാടെ മതം നോക്കി വർഗീയത വരുത്തി നാട്ടിനകത്ത് അന്തചിത്രം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഈ നാണം കെട്ട സഖാക്കന്മാർ ഈ നാടിന് ആപത്താണ്. ഈ കള്ളന്മാർ നാട്ടിൽ കലാപുണ്ടാക്കണം. രാഷ്ട്രീയം ഇത്രയേ ഉള്ളൂ. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ഒക്കെ ഞങ്ങളെ വേട്ടയാടിയത് ഞങ്ങൾ കള്ളന്മാരാണ്. ഞാൻ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങൾ കള്ളന്മാരാണ്. ആർക്കറിയാം? നിങ്ങൾ എന്ത് ന്യായീകരിക്കുന്നത്? നിങ്ങളുടെ ആളല്ലേ ജയിലിൽ കിടക്കുന്നത്, CPM നേതാക്കന്മാരെ ജയിലിൽ കിടക്കുന്നത്. ഉൾപ്പെടെ എന്നിട്ട് പറയും നിങ്ങൾ കള്ളന്മാരാണ്. ആ കട്ടതിന്റെ മുതല് പറ്റുപറ്റിയ ചെയ്ത്താനും കടലിൽ നടക്കായാലും സ്വർണം കട്ടത് സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ.
നിങ്ങൾ കള്ളന്മാരാണ്. ശബരിമലയിലെ സ്വർണം കട്ട കാട്ടുകള്ളന്മാർ. ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പാടിക്കൊണ്ടേയിരിക്കും. ചട്ടവർ അയ്യപ്പന്റെ സ്വർണം കട്ടത് സഖാക്കളാണ്. ജയിലിൽ കിടക്കുന്നത്. ഞാൻ ഏത് ജന്മത്തിൽ ചെയ്ത പാവോടാ. ഒരു ചർച്ചയിൽ ഒരാളൊരു വാദം പറയുമ്പോൾ ഇങ്ങനെ എതിർഭാഗത്തുള്ള ആൾ പറയാൻ തുടങ്ങിയാൽ ചർച്ചയാവില്ല. അങ്ങനെയുള്ളവരുമായിട്ട് ചർച്ച നടത്താൻ ഞങ്ങളെ വിളിക്കരുത്. ഞങ്ങൾ സ്വർണം കട്ടവരല്ല. ഞങ്ങളുടെ പാർട്ടി എന്ന് പറയുന്നത് വിശുദ്ധമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഇവര് 2014 മുതൽ പോറ്റിയെ ശബരിമലയുടെ അംബാസിഡറായിട്ട് ശബരിമല മാത്രമല്ല സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ട് കയറ്റി. 2014 പിന്നെ ഭരിച്ചത് നിങ്ങളല്ലേ? ഒരു മര്യാദയല്ല അരുണെ, ഞാൻ ചർച്ചയ്ക്കില്ല. നിനക്ക് പറ്റൂലേ കളഞ്ഞിട്ട് പോടേ. ചർച്ചയ്ക്കില്ല. ചർച്ചയ്ക്ക് ഞാനില്ല. മര്യാദയല്ല. റിജിലിന്റെ ഊഴത്തിലേക്ക് വരാം. ഇതൊക്കെ കട്ട് ചെയ്ത് വീഡിയോ ആക്കാനുള്ള തന്ത്രമാണ്. ആ തന്ത്രത്തിന് ഞങ്ങൾ CPM ഇല്ല. വളരെ വളരെ സന്തോഷം. ഞങ്ങളുടെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളെ അപമാനിക്കുകയും ആക്രമിക്കുകയും എടാപോടാ വിളിക്കുകയും ചെയ്യുന്ന ഒരു പാനലിസ്റ്റിനോടൊപ്പം CPM ചർച്ചയിൽ വരാൻ താല്പര്യമില്ല. ഞങ്ങൾക്ക് അത്തരക്കാരുടെ ഔദാര്യം വേണ്ട. സോണിയാഗാന്ധിയുടെ വീട്ടിലെ ഈ കള്ളന്മാരെ കൊണ്ട് കയറ്റിയ കള്ളന്മാരുണ്ടല്ലോ, UDF കൺവീനർ അടൂർ പ്രകാശ്, ആന്റണി, ഈ 2 കള്ളന്മാരെ ചാനലിൽ കൊണ്ടുവരാവോ? ഞാൻ ചർച്ചയ്ക്ക് വെല്ലുവിളിക്കുന്നു അരുൺകുമാറിനെ. ഇനി ഇത് ആവർത്തിക്കരുത്. ആനെ പേടിയില്ല, ആനപ്പിണ്ടത്തെ പേടിക്കരുത് കേട്ടോ. അടൂർ പ്രകാശോ ആന്റണിയോ കേൾക്കുന്നുണ്ടെങ്കിൽ അവർ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ റിപ്പോർട്ടർ ചാനൽ തയ്യാറാണ് ആ ചർച്ച. ആനെ പേടിയില്ല, ആനപ്പിണ്ടത്തെ പേടിക്കരുത്. അല്ലെങ്കിൽ ഇയാൾ കുറെ ഉണ്ടാക്കി. ഈ പറയുന്ന ഗോവർദ്ധന്റെ മോഷണങ്ങളുണ്ടല്ലോ, സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസമാക്കിയ ഇവരുടെ ഈ കള്ളന്മാരുടെ മോഷണങ്ങൾ, ആ മോഷണത്തിന്റെ പങ്ക് ആരൊക്കെ പറ്റി? ഇയാൾ എന്റെ അരുണെ അനാവശ്യം പറയാൻ പാടില്ല. സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ചിട്ടില്ല. സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ചിട്ടില്ല. താമസിക്കാതെയാണ് പൂജ നടന്നത്. താമസിക്കാതെയാണ് പൂജ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി താമസിച്ചതിന് എന്ത് രേഖയാണ് അങ്ങയുടെ കയ്യിലുള്ളത്? അങ്ങനെ ജന്മത്തിൽ പോയി ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് താമസിക്കാൻ പറ്റും? അത് ശരിയല്ല അനിൽകുമാർ. നമുക്ക് വസ്തുത അനുസരിച്ച് പറയാം. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി താമസിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പത്മകുമാറിന്റെ വീട്ടിലാണ് താമസിച്ചത്. അനിൽകുമാർ ചർച്ച അവസാനിപ്പിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഏതെങ്കിലും ഒരു നേതാവിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ആ നേതാവിന്റെ പേര് പത്മകുമാർ എന്നാണ്. നിങ്ങളുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമാണ്. പത്മകുമാറിന്റെ മൊഴിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ അനിൽകുമാറിനെ പോലെ നാവിന് എല്ലില്ലാതെ എന്ത് വൃത്തിയോട് പിടിച്ചു പോലെ ശരിയല്ല. സോണിയാഗാന്ധിയുടെ കട്ട് നിങ്ങളാണ്. എപ്പോഴാണ് ആ കള്ളന്മാരുമായി ഈ നേതാക്കന്മാർ പുറത്തിറങ്ങിയെന്നുള്ള രേഖ സോണിയാഗാന്ധിയുടെ വീട്ടിൽ? ഈ ശബരിമല സ്വർണം കട്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ടുപോയെന്നാണോ ഈ അനിൽകുമാർ പറയുന്നത്? വീട്ടിലെ സന്ദർശന രജിസ്റ്റർ പുറത്തുവിടാൻ വെല്ലുവിളിക്കുന്നു. താമസമാണ്, അവിടെ താമസമാണ്. പൂജ നടത്തി, താമസിച്ച് പൂജ നടത്തി, താമസിച്ച് പൂജ നടത്തി. സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ച് പൂജ നടത്തിയതിന് തെളിവ് ഇവിടെ കയ്യിലൊരു ചരട് കെട്ടിക്കൊടുക്കുന്നതും കയ്യിലൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതും അല്ലാതെ എന്ത് തെളിവ്? വീട്ടിലുണ്ട്, സോണിയാഗാന്ധിയുടെ വീട്ടിലുണ്ട്. പുറത്തുവിടെ ന്യായം പറഞ്ഞു. നീ പറഞ്ഞില്ല എവിടെയാണ് ന്യായം? ഇത് താങ്കൾക്ക് അറിയാം. സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടോ താങ്കൾക്ക് അറിയില്ലല്ലോ. താങ്കൾക്ക് അറിയാത്ത കാര്യം പോലെ ആരോപണമായിട്ടുണ്ട്. ശരിയല്ലാന്ന് ഞാൻ പറഞ്ഞുള്ളൂ. സോണിയാഗാന്ധിയുടെ വീട്ടിൽ സംസാരിച്ചതിന് തെളിവിൽ, താമസിച്ചതിന് തെളിവില്ല. ഇതും ജോസിന്റെ കയ്യിൽ നിന്ന് പോയിട്ടാ. ആസും കട്ട സ്വർണത്തിന്റെ പങ്ക് ന്യായീകരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ വീട്ടിൽ കള്ളന്മാരെ പങ്ക് അനിൽകുമാറും സോണിയാഗാന്ധിയുടെ വീട്ടിൽ കള്ളന്മാരെ കൊണ്ടുപോയി.
സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ചു എന്ന് അങ്ങ് പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ്. പൊതുമധ്യത്തിൽ വെല്ലുവിളിക്കുന്നു. അല്ല സാർ, സോണിയാഗാന്ധിയുടെ വീട്ടിൽ താമസിച്ചു എന്ന് പറയുന്നതിനുള്ള തെളിവുകൾ എന്റെയോ അനിൽകുമാറിന്റെയോ കയ്യിലില്ല. ഇയാളാണോ പോയത് കൂടെ? എന്റെ കയ്യിലുണ്ട്. ഇയാളാണോ എന്റെ പോയത്? കയ്യിലുണ്ട്. അല്ല, ഒരു നിമിഷം റിജിൽ ബാക്കുറ്റി ഒരു നിമിഷം. അനിൽകുമാറിന്റെ കയ്യിലുള്ള ആ തെളിവ് എന്താണ്? അവിടെ താമസിച്ചു എന്ന് പറയാൻ പറ്റുന്ന തെളിവ് എന്താണ്? താങ്കൾ ഏതെങ്കിലും രേഖകൾ കണ്ടിട്ടുണ്ടോ? നേരിട്ട് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. താങ്കളൊരു സംശയമല്ലേ? പറയും പോലെ കൈരേഖ കൈരേഖ പോലെ താങ്കൾ അല്ല, അത് വളരെ ഗുരുതരമായ ഒരു വിഷയമായതുകൊണ്ടാണ് അനിൽകുമാർ. കട്ടവരാര് സഖാക്കളാണ്. പൊട്ടന്ന് ലോക പൊട്ടനാണ്. സ്വർണം ഒരു കട്ടത് സംശയമല്ല. സഖാക്കളാണ്. കൃത്യമായിട്ട് പറയാം. എന്ത് താങ്കൾ പറയും? താങ്കളുടെ അനുയായികളാണ്. അവിടെ കയറിയതിന് നേതാക്കന്മാരെ തെളിവുണ്ട്. കട്ടത് ഇറങ്ങിയതിന് തെളിവുണ്ട്. എന്ത് വ്യക്തോ? കയറിയതിന് തെളിവുണ്ട്, ഫോട്ടോ എടുത്തതിന് തെളിവുണ്ട്. അതിനപ്പുറം വേറെ തെളിവൊന്നുമില്ല. നിങ്ങൾ ആ ഇറങ്ങിയ എന്താ ഈ തെളിവുണ്ട്. ഫോട്ടോ പറയാത്തത്? അതിന്റെ സമയം പുറത്തു അരുണേ, വിടുക. ഇതാ അതിന്റെ ഉണ്ണികൃഷ്ണൻ സമയം പോറ്റി പൂജയ്ക്ക് പിണറായി എത്ര വിജയൻ സമയം കൂടെ എടുത്തു? നിൽക്കുന്ന ഫോട്ടോ പൂജയ്ക്ക് എത്ര ഫോട്ടോ സമയം എടുത്തു എന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. കോൺഗ്രസ് വെളിപ്പെടുത്തുക. ഈ ഫോട്ടോ കാണും. പൂജയ്ക്ക് എത്ര കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും.